മൂവുലകിനെയും വാണരുളുന്ന ത്രിയേക ദൈവത്തിന് സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഉണ്ടാകുമാറാകട്ടെ. ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും പ്രായഭേദം കൂടാതെ ക്രിസ്തീയ വന്ദനങ്ങളെ സ്നേഹത്തോടും ആദരവോടും കൂടെ അറിയിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ പിന്നെയും ദൈവം അവസരം തന്നുവല്ലോ. ശാരീരികമായി മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നാം. ആത്മീയമായി മരിച്ചവരുടെ ഇടയിൽ പാർക്കുന്നവരുമാണ്. ആത്മീയമായി മരിച്ചവരുമായിരുന്നു. എന്നാൽ നാം പണ്ടായിരുന്ന മരണത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച, നമ്മെ ഉയർപ്പിച്ച, മരിച്ചവരുടെ ഇടയിൽ നിന്ന് നമ്മെ ഉയർത്തിയ നിത്യജീവന്റെ ദാതാവിന് സകല പുകഴ്ചയും ഞാൻ ആരംഭത്തിൽ അർപ്പിക്കുന്നു. നാം ഓരോ ദിവസവും ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ശാരീരികമായി നാം ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ശാരീരികമായി മരിച്ചുകൊണ്ടിരിക്കുന്നവരും ആത്മീയമായി മരിച്ചവർക്കിടയിൽ ജീവിക്കുന്നവരുമാണ് നാം. മനസ്സിലാക്കാണല്ലോ പറഞ്ഞ പ്രയോഗം. സ്തോത്രം. മനസ്സിലായില്ലെങ്കിൽ മുഖവര ആയാലും ചോദിച്ചോണം, കുഴപ്പമില്ല. സ്തോത്രം. കർത്താവ് നമുക്ക് നൽകിയ ആത്മീയ ജീവനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയാണ് നമ്മുടെ പഠന ഭാഗം. അവിടെ നിന്നും സർദീസിലെ സഭയെക്കുറിച്ച് യേശുക്രിസ്തുവിന് പറയാനുള്ള പരാതികളെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയെക്കുറിച്ച് യേശു കർത്താവ് പറയുന്ന പരാതി എന്ന് പറയുമ്പം നമ്മൾ പറയുന്ന പരാതി പോലെ നമുക്ക് ഇന്നത് തന്നില്ല, ചെയ്തില്ല എന്നൊന്നുള്ളതല്ല. സഭയുടെ പരാജയത്തെ പറ്റിയുള്ള പ്രസ്താവനകൾ. സഭയായിരിക്കുന്നില്ലെങ്കിൽ സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, സഭാനാഥനായ ദൈവം ഉദ്ദേശിക്കുന്നത് നിവർത്തിക്കുവാൻ സഭയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അതാണ് സഭയുടെ പരാജയം. സ്തോത്രം. അതാണ് സഭയുടെ പരാജയം. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അത് കേവലം സമയം നോക്കാനുള്ളൊരു വാച്ച് പോലെ മാത്രം പ്രവർത്തിക്കുന്നുള്ളെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കളിപ്പാട്ടമായി മാത്രമേ അതിരിക്കുന്നുള്ളെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. എന്തുദ്ദേശത്തോടുകൂടെയാണോ ദൈവം സഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്, എന്താണോ സഭയെപ്പറ്റി ദൈവത്തിനുള്ള സ്വപ്നം, ആ സ്വപ്നം എന്ന പദം വേദപുസ്തക പ്രകാരമുള്ളതല്ല, സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദം ഞാൻ അങ്ങ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അത് നിവർത്തിപ്പാൻ നമുക്ക് കഴിയണം, അത് പൂർത്തീകരിപ്പാൻ ഇടയാകണം. എന്നാൽ സർദീസിലെ സഭ അങ്ങനെയായിരുന്നില്ല എന്ന് കർത്താവിൻ്റെ വിമർശന വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ കണ്ടത്. ഒന്ന്, സഭ മരിച്ചതായിരുന്നു.
ചത്ത സഭ, ആത്മീയമായി മരിച്ച സഭ. 2, പ്രവർത്തികളുണ്ട്, പക്ഷേ അപൂർണതയുള്ള പ്രവർത്തികൾ. 3, ഉടുപ്പ് മലിനമായ പലരും, അല്ലെങ്കിൽ ഉടുപ്പ് മലിനം ആക്കിയ പലരും ആ സഭയിൽ ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങൾ. അതിൽ നമ്മൾ ആദ്യത്തെ ഭാഗം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആത്മീയ മരണം എന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. തനാറ്റോസ് എന്ന പദവും നെക്രോസ് എന്ന പദവും ഒക്കെ നമ്മൾ അപഗ്രഥിച്ചു. ഒടുവിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചു കൊണ്ടിരുന്നത് ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതായിരുന്നു. മരണത്തിന്റെ നിർവചനമെന്നോ ആത്മീയ മരണത്തിന്റെ പര്യായ വാക്കുകളെന്നോ ഡിസ്ക്രിപ്ഷൻ, വിശദീകരണമെന്നോ ഒക്കെ നമുക്കതിനെ വിളിക്കാം. അങ്ങനെയാണ് നാം ഇന്നലെ കണ്ടത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 1-ാമത്തെയും 5-ാമത്തെയും വാക്യങ്ങളിൽ നിന്ന് നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്ന് കണ്ടത്. എഫേസ്യ ലേഖനം 4:17 മുതൽ ഉള്ള വാക്യങ്ങളിൽ നിന്നും നാം കണ്ടു, ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അകന്ന്, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു കഴിയുന്ന അവസ്ഥയാണ്. ലൂക്കോസ് 15 നിന്ന് ഇളയ മകൻ നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയ അപ്പൻ പറയുന്നു, ഈ നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. അപ്പോൾ മരണം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും അകന്നു കഴിയുന്നതാണ്, ദൈവത്തോടുള്ള വേർപാടാണ്. 1 തിമോഥെയോസിൽ നിന്ന് നമ്മൾ കണ്ടു, കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു indulgence in sin, self-indulgent. പാപങ്ങളിൽ രസിക്കുന്ന, പാപങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് മരണം. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിലും നാം കണ്ടു, അതിക്രമങ്ങൾ കൊണ്ടും ജഡത്തിന്റെ അഗ്രചർമ്മം കൊണ്ടും മരിച്ചവരായിരുന്നു നാം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധമില്ലായിരുന്നു എന്നർത്ഥം തന്നെയാണ് അവിടെയും. ഇത്രയും കാര്യങ്ങളായിരുന്നു നാം ഇന്നലെ കണ്ടത്. ഇതിനോട് ചേർത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ജോയ് കുട്ടൻ ചോദിച്ച ചോദ്യവും കൂടെ ചിന്തിക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്കിലും ആ വാക്യം മാത്രം ഒന്ന് വായിക്കുന്നു. റോമർ 6:13. റോമൻ 6:13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. അവിടെ 2 മരണമുണ്ട്. 2 മരണം. ആ വാക്യത്തിനകത്ത് 2 മരണം ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? നമുക്ക് ഒരുമിച്ച് ചിന്തിച്ചു പോകാം. ഒന്ന് ആത്മീക മരണം. ഓക്കെ. മറ്റൊന്ന് ആരെങ്കിലും തെറ്റിയാലും സാരമില്ല.
ഒന്ന് നോക്കിക്കോ. ഞാനിത് ചോദിക്കുന്നത് ദൈവവചനത്തിന്റെ വാക്യങ്ങൾ, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാ കേട്ടോ. സമയം വലിച്ചു നീട്ടാനോ നിങ്ങളുടെ അറിവിനെ പരിശോധിക്കാനോ ഒന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കുക. അതെ, അവയവങ്ങളെ മരിപ്പിക്കുക. ആത്മീയമായിട്ട് മരിച്ചവരായിട്ട്. അതിനെ അല്പവും കൂടെ എളുപ്പം മനസ്സിലാക്കാൻ ഒരു പ്രയോഗം. അതിന്റെ 11-ാം വാക്യം വായിച്ചാട്ടെ. 6:11. പാപത്തിൽ അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഇനിയും നിങ്ങൾക്ക് ആ 2 മരണത്തെ ഒന്ന് പേരിടാമോ? 2 മരണത്തിന് ഒരു പേര് കൊടുക്കാവോ? പാപസംബന്ധമായി മരിച്ചവർ. അതെ. ആത്മീയമായി മരിച്ചവർ പോരാ. എളുപ്പമാണത് മനസ്സിലാക്കാൻ. 13-ാം വാക്യത്തിൽ തന്നെ അത് 2 കാണാം. ഒന്ന്, പാപത്തിൽ മരിച്ച അവസ്ഥ. 2, പാപത്തിന് മരിച്ച അവസ്ഥ. മനസ്സിലായോ? 11-ാം വാക്യത്തിലും 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തും പറഞ്ഞിരിക്കുന്നത് പാപസംബന്ധമായി മരിച്ചവർ എന്ന് പറഞ്ഞാൽ പാപത്തിന് മരിച്ചവർ. 13-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്തെ മരണം, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന മരണം, മലയാളത്തിൽ, ഇംഗ്ലീഷിലേത് do not continue offering or yielding your bodily members and faculties to sin as instruments of wickedness, but offer and yield yourselves to God as though you have been raised from the dead. 2, to perpetual life and your bodily members and faculties to God, presenting them as implements of righteousness. ഇന്നലെ നമ്മൾ വായിച്ച എഫേസ്യർ 2:1-5 കൊലോസ്യ ലേഖനം 2:13 കൂടെ ചേർത്ത് വെച്ചാൽ 1-ാമത്തെ മരണമാകും. അതാണ് ഡെഡ് ഇൻ സിൻ. ഡെഡ് ഇൻ സിൻസ്, പാപത്തിൽ അല്ലെങ്കിൽ പാപം നിമിത്തം മരിച്ചവർ. 2-ാമത്തേത് പാപത്തിന് മരിച്ചവർ. നമ്മൾ ഇതിൽ ഏതിൽപ്പെടും? പാപത്തിന് മരിച്ചവർ. സ്തോത്രം. നമ്മൾ ഇതിൽ പാപത്തിന് മരിച്ചവരാകണം. യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് നാം എല്ലാവരും 1-ാമത്തെ ഗണത്തിലായിരുന്നു, പാപത്തിൽ മരിച്ചവരായിരുന്നു. പാപം നിമിത്തം, അതാണ് എഫേസ്യരിൽ പറഞ്ഞിരിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ, പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ടയാൾ,
യേശുവിന് ജീവിതം കൊടുത്തയാൾ, യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തി, യേശുവിന്റെ ഒരു ശിഷ്യൻ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഇനിയും പാപത്തിൽ മരിച്ചയാളല്ല. പകരം പാപത്തോട് മരിച്ചവനായിരിക്കണം. അഥവാ പാപ സംബന്ധമായി അല്ലെങ്കിൽ പാപത്തിന് മരിച്ചവനായിരിക്കണം. പ്രയാസമില്ലല്ലോ മനസ്സിലാക്കാൻ? സ്തോത്രം. Yes, of course. Like the thief on the, it's not right or left mentioned in the Bible, but we often think of that. The repented sinner, the repented thief on the cross, he at last died to sin. But the unrepented sinner or thief on the cross, he died in his sins. Of course. ക്രൂശിൽ യേശുവിനോടുകൂടെ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാരിൽ മാനസാന്തരപ്പെട്ട കള്ളൻ ഏറ്റവും ഒടുവിൽ അവൻ പാപത്തിന് മരിച്ചവനായി. അതുകൊണ്ട് അവൻ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോയി. എന്നാൽ മാനസാന്തരപ്പെടാഞ്ഞ കള്ളൻ അവൻ പാപത്തിൽ തന്നെ മരിച്ചു. അതിന്റെ ആത്മീയമായ അവസ്ഥയാണ്. പാപത്തിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയും പാപത്തിന് മരിച്ച അവസ്ഥയും. സംശയമില്ലല്ലോ? അല്ല, അങ്ങനെയാണ് സ്നാനം എന്ന് പറയുന്നത് പാപത്തിന് മരിക്കുക അല്ലേ? അതെ, റൈറ്റ്. അതോ പാപത്തോടൊന്നും പറയാനല്ലേ? പാപത്തോട് മരിക്കുകയാണ്. പാപസംബന്ധമായി അല്ലെങ്കിൽ പാപത്തോട്. അതിൽ ഏറ്റവും ലളിതമായ സംഗതി പാപത്തിന്. ഇംഗ്ലീഷിൽ ഡൈഡ് ഓർ ഡെഡ് ടു സിൻസ്. ഡെഡ് ടു സിൻ. അതെ, 11th verse. 11th verse, 11ാമത്തെ വാക്യം അത് വ്യക്തമാക്കുന്നു. അപ്പൊ പാപസംബന്ധമായി അല്ലെങ്കിൽ പാപത്തിന് നമ്മൾ മരിക്കുമ്പോഴാണ് സ്നാനം നടക്കേണ്ടത്. സ്തോത്രം. Dead unto sin, of course. ആ ഒരു മരണം പാപത്തോടും ലോകത്തോടും ഒക്കെ സംഭവിക്കുമ്പോഴാണ് നാം ആ മരിച്ച പഴയ പുള്ളിയെ കൊണ്ട് കുഴിച്ചിടേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ സ്നാനത്തെ ഫ്യൂണറൽ എന്നാണ് വിളിക്കാറ്. ഞാൻ സ്നാനത്തിന് കൊടുക്കുന്ന ലളിതമായ നിർവചനം ശവമടക്കുന്ന. ആരുടെ? പാപത്തിന് മരിച്ച എൻ്റെ അല്ലെങ്കിൽ എക്സോർവൈയുടെ. അത് കഴിഞ്ഞ് ആ മാനസാന്തരവും ക്രിസ്തുവിങ്കലെ വിശ്വാസവും സ്നാനവും കഴിഞ്ഞവരോടാണ് 11ാമത്തെ വാക്യത്തിൽ പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞത്, പാപസംബന്ധമായി മരിച്ചവരാണ് നിങ്ങളെന്ന് നിങ്ങളെ തന്നെ എണ്ണുവീൻ. റെക്കൻ. റോമാലേഖനം 6ാം അധ്യായത്തിലെ ഒരു ഫോളൈൻ മാസ്റ്റർ പീസ്, പൗലോസിന്റെ ഒരു പ്രധാന പ്രയോഗമാണ് എണ്ണുക എന്നുള്ളത്. പല പ്രാവശ്യം അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. കൗണ്ട് യുവർ സെൽഫ്, റെക്കൺ യുവർ സെൽഫ്, കൺസിഡർ യുവർ സെൽഫ്. കാണുക, കണക്കാക്കുക, എണ്ണുക എന്ന്. അപ്പോൾ ഈ രണ്ട് മരണാവസ്ഥകളെ നാം തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ പറയുന്നത് സർദീസിലെ സഭയുടെ അവസ്ഥ
പാപത്തിൽ മരിച്ച അവസ്ഥയായിരുന്നു. അതാണ് ആത്മീയ മരണമായി നാം കാണുന്നത്. ഒന്നാമത്തേത് പാപിയുടെ അവസ്ഥയും, പാപത്തിന് മരിക്കുക അല്ലെങ്കിൽ പാപത്തോട് മരിക്കുക, പാപ സംബന്ധമായി മരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ആത്മീയന്റെ അവസ്ഥയാണ്. സ്തോത്രം. ഇതിൽ ആശയക്കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും കൂടെ 13-ാം വാക്യം വായിച്ചാട്ടെ. 6:13 റോമർ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. സ്തോത്രം. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി. അവിടെ പറയുന്ന എന്തിനു മരിച്ചിട്ടാ? പാപത്തിന് മരിച്ചിട്ട് നീതിക്ക്, ദൈവത്തിന്, വിശുദ്ധിക്ക് ജീവിക്കുന്നവരായി നിങ്ങളെ തന്നെ കണ്ടോണം. നേരത്തെ ഈ ആത്മീയ മരണം, ആത്മീയമായി മരിച്ച അവസ്ഥയിലായിരുന്നപ്പോൾ നമ്മൾ പാപത്തിന് ജീവിക്കുന്നവരായിരുന്നു, അശുദ്ധിക്ക് ജീവിക്കുന്നവരായിരുന്നു, അനീതിക്ക് ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ഒരു വ്യക്തിയോട് പൗലോസ് പറയുന്നു, നോ, ഇനിയും അങ്ങനെയായിരുന്നത്. പണ്ട് നിങ്ങൾ ദൈവത്തിനും നീതിക്കും വിശുദ്ധിക്കും ഒക്കെ മരിച്ചവരായി പാപത്തിന് ജീവിക്കുമായിരുന്നു. അതുപോലെ ഇന്ന് നേരെ തിരിച്ച് പാപത്തിനും അശുദ്ധിക്കും അനീതിക്കും ഒക്കെ മരിച്ചിട്ട് ദൈവത്തിനും നീതിക്കും ജീവിക്കുന്നവരാണ്, വിശുദ്ധിക്കും ജീവിക്കുന്നവരായി തീരണം. 19-ാം വാക്യം കൂടെ വായിച്ചു, 19-ഉം കൂടെ വായിച്ചു. അന്നേരം അത് 3 കൂടെ കിട്ടത്തുള്ളൂ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. സ്തോത്രം. 13-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, നീതിക്ക് അനുസരണത്തിനായും സമർപ്പിക്കണം, അല്ലെങ്കിൽ നീതിക്കും അനുസരണത്തിനായിട്ടും ജീവിക്കണം. 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, സ്തോത്രം, വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. സ്തോത്രം. ആർക്കാ? ദൈവത്തിന്. ദൈവത്തിന്. അപ്പോൾ ഈ 2 വാക്യങ്ങളും കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്, വിശുദ്ധിക്ക്, നീതിക്ക്, ദൈവത്തോടുള്ള, ദൈവകൽപ്പനകളോടുള്ള അനുസരണത്തിന് ഇന്ന് നാം ജീവിക്കുന്നവരാകണം. പാപം, അശുദ്ധി, അധർമ്മം, അനീതി ഇവകളോട് നാം, അല്ലെങ്കിൽ അവകൾക്ക് നാം മരിക്കണം. സ്തോത്രം. അതാണ് ഈ 13-ഉം 19-ഉം ഒക്കെ വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഈ 2 മരണമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നതായ മരണം പാപത്തിന് മരിക്കുന്ന മരണമാണ്. സ്തോത്രം.
അപ്പോൾ ആത്മീയമായ മരണം നാം അതിലേക്ക് മടങ്ങി വരുന്നു. സർദീസിലെ സഭ ഉൾപ്പെട്ടിരുന്ന, അകപ്പെട്ടിരുന്ന, കുടുങ്ങിപ്പോയിരുന്ന മരണം ആത്മീയ മരണം. അതിൻ്റെ നിർവചനങ്ങളാണ് അതിക്രമങ്ങളിൽ, പാപങ്ങളിൽ മരിച്ച അവസ്ഥ, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന അവസ്ഥ, ദൈവത്തോട് ബന്ധമില്ലാത്ത അവസ്ഥ, നഷ്ടപ്പെട്ട അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് ബീയിങ് ലോസ്, നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, പാപങ്ങൾ ജീവിക്കുന്ന അവസ്ഥ, കാമുകിയായവളോ എന്ന് പറഞ്ഞിരിക്കുന്നതും എല്ലാം പാപങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, പാപ ജഡ സുഖത്തിന് വേണ്ടി. എനിക്ക് ദൈവം ആയുസ് ദീർഘമാക്കി തന്നത് ഈ പാപം കുറച്ചും കൂടെ ആസ്വദിക്കാനാണ് എന്ന നിലയിൽ ജീവിക്കുന്നവർ ആത്മീയമായി മരിച്ചവരാണ്. അവർ മരണത്തിലാണ് ജീവിക്കുന്നത്. അവരിൽ വാഴുന്നത് മരണമാണ്. നാം അങ്ങനെ ആകരുത്. ഇവിടെ സർദീസ് സഭയിൽ ഉൾപ്പെട്ടവരായിരുന്നെങ്കിലും ഈ വിധമായ മരണങ്ങൾ അവരിൽ വാണിരുന്നു. അപ്പോൾ ആത്മീയ മരണത്തിന്റെ അർത്ഥം ഏകദേശം മനസ്സിലാക്കാണെന്ന് കരുതട്ടെ. സ്തോത്രം. ഇതുവരെ ഉള്ളതിൽ മറ്റ് സംശയങ്ങൾ ഒന്നുമില്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ഈ ആത്മീയ മരണത്തിന്റെ സിംറ്റംസിലേക്ക് അല്ലെങ്കിൽ സയൻസിലേക്ക് പോകാം. പാസ്റ്റർ, ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ മരിച്ചവർ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പറയാം? നോൺ ജൂയിഷ് കമ്മ്യൂണിറ്റി അഗ്രചർമ്മം, സർക്കംസൈസ്ഡ്, അഗ്രചർമ്മികളെന്നും പരിച്ഛേദനക്കാരെന്നുമായിരുന്നു പണ്ടുണ്ടായിരുന്ന രണ്ട് ജാതികൾ. സഭയുടെ ആവിർഭാവത്തിന് മുൻപ് ലോക സമുദായത്തെ, മനുഷ്യരെ ബൈബിൾ തരം തിരിച്ചിരുന്നത് ഈ രണ്ട് പേരിലാണ്. അഗ്രചർമ്മികൾ എന്ന് പറഞ്ഞാൽ ദ ജെന്റൈൽ വേൾഡ്, ദ ഗ്രീക്ക് വേൾഡ്. യവനന്മാർ എന്നോ അന്യജാതികളെന്നോ വിളിക്കുന്നവരെയാണ് അഗ്രചർമ്മികൾ എന്ന് വിളിക്കുന്നത്. മറ്റേ കൂട്ടരാണ് പരിച്ഛേദനക്കാർ, സർക്കംസൈസ്ഡ്. അവര് ഇസ്രായേല്യർ. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ ദൈവം ഇസഹാക്കിന്റെ ജനനത്തിന് മുമ്പ് അബ്രഹാമുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ അടയാളമാണ് സർക്കംസിഷൻ. മുസ്ലിം സമുദായം ഇന്നും യഹൂദന്മാരും മുസ്ലിംസും അബ്രഹാമ്യ സന്തതികൾ എന്ന നിലയിൽ ഇന്നും തുടർന്നു വരുന്ന ഒരു ആചാരം, ഒരു മതകർമ്മം. അപ്പോൾ ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ നിങ്ങൾ മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇസ്രായേലുമായി നിങ്ങൾക്ക് ബന്ധമില്ലാതെ, എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഉടമ്പടി ബന്ധമില്ലാത്ത, ദൈവത്തിന്റെ ഉടമ്പടിക്ക് പുറത്തുള്ള ജാതികളായിരുന്നു നിങ്ങൾ. ദൈവത്തിന്റെ കവനന്റ്, ഉടമ്പടിയുമായി നിങ്ങൾക്ക് ബന്ധമില്ലാതിരുന്നത് കൊണ്ട് ദൈവത്തോട് നിങ്ങൾ വേർപെട്ടിരുന്നു. ദൈവത്തോട് വേർപെട്ടിരുന്നത് കൊണ്ട് നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? മരിച്ചവരായിരുന്നു. യെസ്, ഓഫ് കോഴ്സ്, ആസ് ഇൻ എഫേഷ്യൻസ് 2. ഇപ്പം എഫേസ്യ ലേഖനം 2-ലും കൊലോസ്യർ 2-ലും ഉള്ളത് ഒരേ കാര്യം തന്നെയാ. എഫേസ്യർ 2-ാമത്തെ അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ പണ്ട് കയ്യാലുള്ള പരിച്ഛേദനയേറ്റ ഇസ്രായേല്യരാൽ അഗ്രചർമ്മികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു.
അന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ പൗരതയോട് ഒരു ബന്ധവുമില്ലായിരുന്നു. അതേ കാര്യമാണ് ജഡത്താലുള്ള അഗ്രചർമ്മത്താൽ മരിച്ചവർ എന്നുള്ളതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ, സിംപിളി പറഞ്ഞാൽ, ദൈവത്തിന്റെ ഉടമ്പടി ജനതയല്ലാതെ ദൈവത്തോട് അകന്ന് മരിച്ചു കിടന്നിരുന്ന അവസ്ഥ. യവനായ ലോകം, ജെന്റൈൽ വേൾഡ് ഓർ ദ ഗ്രീക്ക് വേൾഡ്, അവർക്ക് ദൈവവുമായിട്ട് ബന്ധം ഇല്ലായിരുന്നു. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, മറ്റെന്തെങ്കിലും ഇതുവരെയുള്ളതിൽ? ശരി, ഇനിയും വാട്ട് ആർ ദ സൈൻസ് ഓഫ് ദി സ്പിരിച്വൽ ഡെത്ത്? ഈ ആത്മീയ മരണത്തിന്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ, സിംറ്റംസ് എന്നോ സൈൻസ് എന്നോ ഒക്കെ നമുക്ക് പറയാം. ഓഫ് ദി സ്പിരിച്വൽ ഡെത്ത്. എന്താ ഈ ആത്മീയ മരണത്തിന്റെ ലക്ഷണങ്ങൾ? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സയൻസ്, ശാസ്ത്രം ഈ ലോകത്തിലുള്ള വസ്തുക്കളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു: ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ജീവനുള്ളതെന്നും ജീവനില്ലാത്തതെന്നും, ചേതന വസ്തുക്കളും അചേതന വസ്തുക്കളും, ജീവനുള്ളവയും ജീവനില്ലാത്തവയും. എന്താ ജീവനുള്ളവയുടെ ലക്ഷണങ്ങൾ? ശാസ്ത്രീയമായി തന്നെ നോക്കിയാൽ, ഈവൻ സയന്റിഫിക്കലി, വാട്ട് ആർ ദ സൈൻസ് ഓഫ് ലിവിങ് തിങ്സ്? ജീവനുള്ളത് വളരും. യാ, സ്തോത്രം. ഓക്കെ, അതിലേറ്റവും പ്രധാനം വളർച്ചയാണ്. ചലനം ഉണ്ടായിരിക്കും. രണ്ടാമത്തേത് മൂവബിലിറ്റി. ഇറ്റ് മൂവ്സ്, ചലനം ഉണ്ടായിരിക്കും. സ്തോത്രം. ഗ്രോത്ത്, റിസെപ്റ്റിവിറ്റി, റീപ്രൊഡക്ഷൻ, ഫുഡ് ഇൻടേക്ക്. ജീവനുള്ളതിന്റെ ലക്ഷണങ്ങളാണ് സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ. ബ്രീത്തിങ്, ശ്വസിക്കും, വളരും, ചലിക്കും, ആഹാരപാനീയങ്ങൾ കൈക്കൊള്ളും. റിസെപ്റ്റിവിറ്റി. റീപ്രൊഡക്ഷൻ ഉണ്ട് ജീവനുള്ളവയ്ക്ക്. അതാതിൻ്റെ സ്വഭാവമുള്ള അല്ലെങ്കിൽ അതാതിൻ്റെ വർഗത്തിലുള്ള വർഗവർദ്ധനവ് നടത്തും. സന്താനോൽപാദനം ജീവനുള്ള വസ്തുക്കളുടെ ഒരു ലക്ഷണമാണ്. ശാസ്ത്രീയമായി തന്നെ നോക്കിയാൽ ഇതൊക്കെ ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ ലക്ഷണമാണെങ്കിൽ അത് തന്നെ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ആത്മീയ ജീവിതത്തിലും കൂടെ അത് തന്നെ ഒന്ന് എടുത്തു നോക്കാം. സ്തോത്രം. ആത്മീയമായിട്ട് മരിച്ചവരെന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ എന്തൊക്കെയായി അങ്ങനെ വരുമ്പം? ഏറ്റവും ഒന്നാമത്തേത് ഫെലോഷിപ്പുമായി, ദൈവവുമായിട്ട് ഫെലോഷിപ്പ് ഇല്ല. നോ ബ്രത്ത്, ശ്വാസമേ ഇല്ല.
ദൈവവുമായി ബന്ധമില്ല. കാരണം നമ്മുടെ ആത്മാവിന്റെ ഓക്സിജൻ ട്യൂബ് എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവവുമായിട്ട് മനുഷ്യന് ബന്ധമില്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്തൊരവസ്ഥ. അത് ഇനി ആ ബന്ധം എന്താണെന്ന് നമുക്ക് ഇതിന് ശേഷം നോക്കാം. 2, നോ ഗ്രോത്ത്, അല്ലെ? വളർച്ചയില്ലായ്മ. നട്ടപ്പോഴും ഒരു ചട്ടി നിങ്ങണ്ടല്ലേ പറയുന്നേ, ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. ജനിച്ച അതേ അവസ്ഥയിൽ ഇരിക്കുന്നു, വളർച്ചയില്ല. സ്തോത്രം. നോ റിസെപ്റ്റിവിറ്റി. വളർച്ചയില്ലാതിരിക്കാനുള്ള കാരണം എന്താ? ഒന്നും കഴിക്കുന്നില്ല. നമുക്കെന്താ കഴിക്കാനുള്ളത്, കഴിക്കേണ്ടത്? സ്പിരിച്വൽ ദൈവത്തിന്റെ ദൈവവചനമാ. ആ സ്പിരിച്വൽ ഫുഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാ. പത്രോസ് പറയുന്നു, 1 പത്രോസ് 2 ആദ്യത്തെ വാക്യങ്ങളിൽ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. ഫാസ്റ്റ് ഫുഡ് കഴിക്കാനല്ല പറഞ്ഞേക്കുന്നത്. വചനം എന്ന പാൽ, മായമില്ലാത്ത പാൽ കുടിക്കും. മായമില്ലാത്ത പാൽ, അൺഅഡൾട്ടേർഡ് ഓർ പ്യുവർ ഹോൾസം ഫുഡ്. വെള്ളം ചേർക്കാത്ത, വിഷം ചേർക്കാത്ത, ഒരു മിലാവട്ടുമില്ലാത്ത, ഒന്നും ചേർപ്പില്ലാത്ത, ശുദ്ധമായ, നിർമ്മലമായ. വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിരമയാവ് പറയുന്നു. അതെ, അത് ഇപ്പോൾ ജനിച്ച ശിശുക്കൾക്ക് സമീകൃതാഹാരമായ പാലാണ്. വളർന്നുകൊണ്ടിരിക്കുന്നവർക്ക് പാല് പോരല്ലോ, കട്ടിയായുള്ള ആഹാരമാണത്. രണ്ടും വേണം. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, നിങ്ങൾ ജഡീകന്മാരാ. കൊരിന്ത്യരോട് പറയുക, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായ കൊരിന്ത്യരോട് 1 കൊരിന്ത്യർ 3 ആദ്യ വാക്യങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ ജഡീകരാണ്. എന്ന് വെച്ചാൽ ആത്മീയത്തിൽ ശിശുക്കളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാല് മാത്രമാണ് ഞാൻ തന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇത്രയും വർഷമൊക്കെ ആയെങ്കിലും ഇപ്പോഴും പറ്റുന്നുണ്ടോ? പൗലോസ് പറയുക, ഇപ്പോഴും നിങ്ങൾക്ക് അതിന് പ്രാപ്തിയായിട്ടില്ല. ഇപ്പോഴും പ്രാപ്തിയായിട്ടില്ല. അപ്പോൾ ആത്മീയമായി മരിച്ചവരുടെ, ആത്മീയ മരണം സംഭവിച്ചവരുടെ അടുത്ത ലക്ഷണമാണ് ആത്മീയ ആഹാരം അവർക്ക് കഴിക്കാൻ ഒക്കത്തില്ല. ആത്മീയാഹാരം കഴിക്കാത്തത് കൊണ്ട് അവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച ഇല്ലാതാകുന്നു. സ്തോത്രം. ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ നോക്കിക്കോ, പ്യുവറായ വചനം കൊടുത്താൽ, നിർമ്മലമായ പാല് വചന കൊടുത്താൽ ആൾക്കാർക്കത് ഇഷ്ടമല്ല. അവരൊന്ന് ഉറങ്ങും, അശ്രദ്ധ ഉണ്ടാവും, ഉറക്കം വരും, ക്ഷീണം തോന്നും. അതുകൊണ്ടാ പല പ്രസംഗകരും അതിനിടയ്ക്ക് കോമഡി ചേർക്കുന്നത്. അന്നേരം ആരും ഉറങ്ങത്തില്ല.
ഭയങ്കര രസം. ഈ സമയം ഇത്രയായോ എന്ന് ചിന്തിച്ചു പോകും. അറിഞ്ഞതേയില്ല സമയം പോയത്. കാര്യം കേട്ടിരിക്കാൻ രസമായിരുന്നു. ചെവി ചൊറിയുമ്പോഴേ നമ്മൾ കണ്ടിട്ടില്ലേ ആൾക്കാരെ, പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വല്യപ്പച്ചനൊക്കെ ഞങ്ങളോട് പറയും, വീട്ടിൽ കോഴിയെ വളർത്തുമല്ലോ, കോഴിയുടെ ഒരു തൂവല്, ഒരു 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 ഫെദർ, കോഴിയുടെ ഒരു ഫെദർ എടുത്തിട്ട് അതിന്റെ ബാക്കിയെല്ലാം കളഞ്ഞിട്ട് അതിന്റെ അറ്റം മാത്രം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡ് മാത്രം ഇങ്ങനെ തിരിഞ്ഞിരുന്ന് ഇങ്ങനെ, വേറൊന്നും ആ സമയത്ത് അവര് കാണത്തുമില്ല, അറിയത്തുമില്ല, അതിൽ മാത്രം. അങ്ങനെ ഫെദർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് വെറും പേപ്പർ ഇങ്ങനെ ചുരുട്ടി പേപ്പർ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പിന്നെ ഇയർബഡ്സ് കിട്ടും. പൗലോസ് ഉപയോഗിക്കുന്ന വാക്കത്, കർണ രസമാകുമാറ്. അതിന്റെ അർത്ഥമാണ് ഞാനീ പറഞ്ഞത്. ജനത്തിന് എന്താ ഇപ്പം വേണ്ടത്? കേൾക്കാൻ രസമുള്ള കഥാപ്രസംഗങ്ങളോ കോമഡി ഷോകളോ ആണ് ജനത്തിന് ഇഷ്ടം. ഈ ഒട്ടനവധി പ്രസംഗകരും വേദിയിൽ കയറി നിന്ന് പറയുന്നത് കേട്ടാൽ കരച്ചില് വരും, ദേഷ്യം വരും. വെറും കോമഡികൾ, അതും വെറും ലോ ക്വാളിറ്റി, ലോ സ്റ്റാൻഡേർഡ്, നിലവാരം കുറഞ്ഞ, വെറും തറ നിലവാരത്തിലുള്ള കാര്യങ്ങള്. സുവിശേഷം പ്രസംഗിക്കേണ്ട, ദൈവവചനം ഗാംഭീര്യത്തോടെ ഗൗരവത്തോടെ പങ്കുവെക്കേണ്ട വേദികളിൽ നിന്നുകൊണ്ട് വിളമ്പുന്നത് കാണുമ്പോൾ ആ വികാരം അങ്ങോട്ട് പറയാൻ വയ്യ കേട്ടോ, പറയാൻ വയ്യ. എന്താ കാര്യം? ആത്മീയമായി മരിച്ച ഒരു കൂട്ടർ. വൈ റിവൈവൽ ടാരീസ് എന്ന് പറയുന്ന ബുക്കിനകത്ത് അതിന്റെ എഴുത്തുകാരൻ ഉണർവെന്തുകൊണ്ട് താമസിക്കുന്നു, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം കിട്ടിയാൽ നിങ്ങൾ വായിച്ചു നോക്കണം. ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉണ്ട്. ഭാഷ ഒരല്പം സാഹിത്യ ഭാഷയാണ്, പക്ഷെ വളരെ നന്നായിട്ട് അദ്ദേഹം അക്കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നൊരു പ്രയോഗമുണ്ട് ഇന്നത്തെ സഭയുടെ അവസ്ഥകളെ കുറിച്ച്. എ ഡെഡ് preacher preaching dead sermons from a dead pulpit to a dead congregation. ഇന്നത്തെ അവസ്ഥയാ. ഉണർവെന്തുകൊണ്ട് താമസിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തലാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യ, ചത്ത പ്രസംഗകർ എന്ന് പറഞ്ഞാൽ ആത്മീയമായി മരിച്ച പ്രസംഗകർ മരിച്ച പീഠത്തിൽ നിന്നുകൊണ്ട് മരിച്ചു കിടക്കുന്ന ജനത്തോട് ചത്ത പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നു. പിന്നെ എവിടുന്ന ഉണർവുണ്ടാവുന്നേ? പ്രസംഗിക്കുന്നവനും ചത്തവൻ, പ്രസംഗവും ചത്തത്, വേദിയും ചത്തത്, കേൾവിക്കാരും ചത്തത്. എവിടുന്ന് ജീവൻ ഉണ്ടാവും? സ്തോത്രം. Praise God. Certainly, if we want revivals, we must revive our reverence for the word of God. ഈവൻ വേദപുസ്തക ചരിത്രത്തിൽ പോലും, പഴയ നിയമത്തിൽ പോലും ഉണർവുണ്ടായത് വചന കേൾവിയില്ല. വേറെ ഒന്നും വേണ്ട. ദൈവവചനത്തോടുള്ള, നിർമ്മലമായ ദൈവവചനത്തോടുള്ള ഒരു വ്യക്തിയുടെ സമീപനത്തിൽ നിന്ന് ആ വ്യക്തിയുടെ ആത്മീയ ജീവനെ നന്നായിട്ട് അളക്കാം. തൻ്റെ ജീവന്റെ
ഓക്സിമീറ്റർ. ആത്മീയ ജീവിതത്തെ, ആത്മീയ ജീവനെ അളക്കാനുള്ള ഓക്സിമീറ്റർ ആണ് ഒരു വ്യക്തിയുടെ വചനത്തോടുള്ള നിലപാട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. വചനമാണെന്നും പറഞ്ഞിന്ന് കിട്ടുന്ന ഒത്തിരി സാധനങ്ങൾ, നല്ല ശതമാനം സാധനങ്ങളും വചനമല്ല. എന്നോടൊരിക്കൽ ഒരാള് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. 1 മണിക്കൂറത്തെ സാധാരണ പ്രസംഗം എടുത്താൽ അതിനകത്ത് വചനം ഏതാണ്ട് ഒരു 20 മിനിറ്റോളമേ കാണുള്ളൂ. ബാക്കി മുഴുവനും ഗ്യാസാണ്. സ്തോത്രം. ജങ്ക് ഫുഡ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ചിലപ്പം ഉദാഹരണത്തിന് ഒരു കൊഞ്ചുകറി മേടിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഒത്തിരി സാധനം കാണും. പക്ഷേ പ്രോൺസ് അതിനകത്ത് അവരെണ്ണിയ പെറുക്കിയിടുന്നേ. ദൈവവചനമില്ല. ആൾക്കാർ പറയുന്നത്, പ്രസംഗർ പറയുന്നത്, എന്റെ ഉപദേശി അവർക്ക് വേണ്ട അത്, എന്നാ പിന്നെ വേണ്ടത് എന്താന്ന് വെച്ചാൽ കൊടുക്കുക. ഞാനതുകൊണ്ടാ കുറെ നാളുകൾക്ക് മുമ്പ്, പഴയവർക്ക് ഓർമ്മ കാണും, ഒരു പ്രയോഗം ഞാൻ നടത്തിയിരുന്നു. ഹോസ്പിറ്റൽ വേഴ്സസ് ഹോട്ടൽ. ഓർമ്മ കാണുമായിരിക്കും നിങ്ങൾക്ക്. എന്താ വ്യത്യാസം രണ്ടും തമ്മിൽ? ഓർമ്മ കാണുമല്ലോ. ഹോട്ടലിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നു, അതെ. ഹോട്ടലിൽ പോയാൽ നമ്മൾ കൊടുക്കുന്ന മെനു അനുസരിച്ച്, നമ്മൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് അവർ നമുക്കുണ്ടാക്കി തരും ആഹാരം. ഉപ്പ് എത്ര വേണം, മസാല എത്ര വേണം, സാധനം എന്ത് വേണം എന്നൊക്കെ നമ്മളാ തീരുമാനിക്കുന്നത്. അതേസമയം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് പറയുക, ഡോക്ടറുടെ അടുത്തൊന്നും പോകണ്ടെന്നേ, മെഡിക്കൽ സ്റ്റോറിലെങ്കിലും പോയിട്ട് ഇന്ന സാധനം നമുക്ക് തരാന്ന് പറഞ്ഞാൽ അവർ തരത്തില്ല. പിന്നെ നിങ്ങൾ പറയുന്നതിന് കുറിപ്പെഴുതാനിരിക്കുക ഞാൻ. ഒരു നല്ല ഡോക്ടർ, ഒരു ക്വാളിഫൈഡ് ഡോക്ടർ നമ്മൾ പറയുന്നത് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന മരുന്ന് നമുക്ക് തരത്തില്ല. നാം ആഗ്രഹിക്കുന്നതുമുണ്ട്, നമുക്ക് ആവശ്യമുള്ളതുമുണ്ട്. നാം ആഗ്രഹിക്കുന്നത് കിട്ടുന്ന സ്ഥലമാണ് ഹോട്ടൽ. നമുക്ക് ആവശ്യമുള്ളത് തരുന്ന സ്ഥലമാണ് ആശുപത്രി. ദൈവസഭയും പ്രസംഗവേദികളും ഒന്നും ഹോട്ടലുകളാകരുത്. ജനത്തിന്റെ അഭീഷ്ടങ്ങൾക്കനുസരിച്ച് പാലോ വെള്ളം ചേർത്തതോ ഒക്കെ കൊടുക്കുന്ന ഇടമാകരുത്. പകരം ഓരോരുത്തനും എന്താണ് വേണ്ടതെന്ന് ദൈവവും ദൈവവചനവുമാ തീരുമാനിക്കുന്നത്. അത് നൽകുന്നവരായിരിക്കണം ശുശ്രൂഷകന്മാർ. കേൾക്കാൻ ആള് കുറവായിരിക്കും, സാരമില്ല. ഒത്തിരി ആളിനെ കൂട്ടിയിട്ട് എന്താ ചെയ്യാൻ? ഗിദെയോനോട് പറഞ്ഞതുപോലെ, ആള് കൂടുതലാ മോനെ. 32,000 ആൾക്കാരുമായി പുറപ്പെട്ട ഗിദെയോനോട് പറഞ്ഞു, 300 എണ്ണം മതി, ബാക്കിയുള്ളതിനെ മുഴുവനും വിട്ടേക്കാൻ. Gideon started his journey with 32,000 soldiers, but God made a pruning. Got only 300. And God asked all others to go back. നമുക്ക് ചരിത്രം അറിയാം.
സ്തോത്രം. അപ്പോൾ ആത്മീയ മരണത്തിന്റെ ഒരു ലക്ഷണമാണ് സ്തോത്രം ജങ്ക് കഴിച്ച അസുഖമേ ഉള്ളൂ. അസുഖം എന്താ പറയാനാ? ചത്ത് കിടക്കുന്നവർക്ക് എന്താ അസുഖം ഇനി? സ്തോത്രം. അപ്പോൾ ഓർക്കുക, ആത്മീയ മരണത്തിന്റെ ലക്ഷണങ്ങൾ ബ്രത്ത്ലെസ്നെസ്, ശ്വാസമില്ല, ദൈവവുമായിട്ട് ബന്ധമില്ല, അതുകൊണ്ടാണ് ശ്വാസം കിട്ടാത്തത്. നോ ബോഫ, അതുകൊണ്ട് ഓക്സിജൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് മരണവെപ്രാള, ശ്വാസമൊന്നുമില്ല, പോയി. മറ്റൊന്ന് വളർച്ചയില്ല, ആത്മീയ വളർച്ചയില്ലായ്മ, ഗ്രോത്ത്ലെസ്നെസ്. മൂന്നാമത് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആത്മീയ ആഹാരം കഴിക്കാൻ ഒക്കാത്ത സ്ഥിതി. പാല് കൊടുത്താൽ ചിലപ്പോൾ കുടിക്കും, ജങ്ക് കൊടുത്താൽ തിന്നും. പക്ഷേ ആരോഗ്യമുള്ള വൃത്തിയുള്ള ആഹാരം കൊടുത്താൽ വേണ്ട. ഇന്ന് നല്ല നല്ല ശതമാനം ഇടങ്ങളിലും ഇത് തന്നെയാണ് ഗതി. ദൈവവചനത്തോടുള്ള നമ്മുടെ ആർത്തി, ആഗ്രഹം വർദ്ധിക്കണം. സ്തോത്രം. വാക്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, അവിടേക്ക് പോകുന്നില്ല. നാലാമത് Produce young ones of their kind. Yes. Productivity, yeah, reproduction. Producing the same kind of people. ഇന്നലെ നമ്മൾ വന്ധ്യതയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ബാരൻനെസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് തന്നെ നമ്മളൊക്കെ വിശ്വാസത്തിലായിട്ട് എത്ര വർഷമായി? എത്ര ആത്മീയ സന്തതികളെ ജനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? മേക്കിംഗ് ഡിസൈപ്പിൾസ്. ബോത്ത് we should reproduce children, also disciples. മക്കളെയും നാം ജനിപ്പിക്കണം, ശിഷ്യന്മാരെ വാർത്തെടുക്കുകയും വേണം. ആത്മീയ ജീവൻ ഇല്ലാത്തവർക്ക് ഇത് രണ്ടും ഉണ്ടാവില്ല. ഇത് രണ്ടും ഉണ്ടാവില്ല. ആത്മീയ ജീവൻ നമുക്കില്ലെങ്കിൽ നമുക്ക് ആരോടും കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റില്ല. കർത്താവിനെ കുറിച്ച് പറയാതെ, സുവിശേഷം എന്ന വിത്ത്, ദൈവവചനം എന്ന വിത്ത് വിതയ്ക്കാതെ നമുക്ക് തലമുറകളെ വാർത്തെടുക്കാൻ കഴിയില്ല. ജനിച്ച ശിശുക്കളെ വളരാൻ കുടിക്കുന്ന പാലായ അതേ വചനം തന്നെയാണ് പാപികളെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്ന വിത്തും. ആ വചനം നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ, സുവിശേഷത്താൽ മാത്രമേ വീണ്ടും ജനനം നടക്കുന്നുള്ളൂ. യഥാർത്ഥ വീണ്ടും ജനനം കേട്ടോ. അല്ലാതെ രോഗസൗഖ്യ നിമിത്തവും മറ്റും നടക്കും. യഥാർത്ഥ വീണ്ടും ജനനത്തിന്
ഒറ്റ മാധ്യമമേ ഉള്ളൂ, തിരുവെഴുത്തുകൾ, ദൈവവചനം. ആ വചനത്തോടൊപ്പം ആത്മാവും കൂടെ ക്രിയ ചെയ്യുമ്പോഴാണ് വീണ്ടും ജനനം നടക്കുന്നത്. The union of the word of God and the spirit of God in a person, union of these two makes that person born into the family of God. ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും കൂടെ സംയോജിക്കുമ്പോഴാണ് ആ വ്യക്തി വീണ്ടും ജനിക്കുന്നത്, ദൈവഭവനത്തിലേക്ക് ജനിക്കുന്നത്. എന്നാൽ ആത്മീയമായി മരിച്ചു കിടക്കുന്നവന് ഈ വീണ്ടും ജനിപ്പിക്കുന്ന വചനമെന്ന വിത്ത് വിതറാൻ പറ്റില്ല. അതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇല്ലവന്. ആത്മീയ തലമുറകളെ വാർത്തെടുക്കാൻ സാധിക്കില്ല. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നിട്ട് എത്ര വർഷങ്ങളായി? ഒരാളിനെയെങ്കിലും, സ്തോത്രം, ഒരാളിനെയെങ്കിലും സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചോ? സ്തോത്രം. ഈ ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒക്കെ നമ്മൾ പലപ്പോഴും വായിക്കുന്നത്, പ്രത്യേകിച്ച് ഫുട്ബോളിൽ ഗോൾ അടിക്കുന്നത് മാത്രമല്ല വലിയ കാര്യം, ഗോൾ അടിക്കാൻ അസിസ്റ്റൻസ്, സഹായം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട്. ചിലരെ നിർത്തിയിരിക്കുന്ന അവരുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രൈക്കർക്ക് ബോൾ കൈമാറുക എന്നുള്ളത്, പാസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപക്ഷെ നമുക്ക് നേരിട്ട് ഒരാളിനെ വീണ്ടും ജനിപ്പിക്കാൻ നമ്മൾ സുവിശേഷം പറഞ്ഞതുകൊണ്ട് പറ്റിയില്ലെങ്കിലും ചിലരുടെ മാനസാന്തരത്തിലേക്കും ചിലരുടെ വീണ്ടും ജനനത്തിലേക്കും ചിലരെ നയിക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിലൊരു ഒരു അസിസ്റ്റൻസിനെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സ്തോത്രം. അതെങ്കിലും വേണം. കൂടാതെ നാം ഒരു പാസ്റ്റർ അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ കൂട്ടായ്മയിൽ തന്നെയുള്ള ചിലരെ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊടുത്ത് ശിഷ്യത്വത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും. സ്തോത്രം. ഞാൻ നിങ്ങളോട് പണ്ടൊരിക്കൽ പറഞ്ഞതായിരുന്നു നമ്മുടെ കുട്ടിയങ്ങളിന്റെയും ആന്റിയുടെയും കാര്യം. ഓർമ്മ കാണുമായിരിക്കും. അവര് മധ്യപ്രദേശിൽ ഞാൻ 5 വർഷം ശുശ്രൂഷിച്ച സഭയിൽ അംഗങ്ങളായിരുന്നു. അവരവിടെ ജോലി ചെയ്യായിരുന്നു, രണ്ടുപേരും, അങ്കിളും ആന്റി. സഭ അവരെ പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നും ഏൽപ്പിച്ചില്ല. സഭായോഗം നടക്കുമായിരുന്ന ചർച്ച് ഹാളിൽ അവിടെ സൺഡേ സ്കൂൾ ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങളുള്ളതൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്തെ കാര്യമാണ്, അതിനു മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം തീർച്ചയായിട്ടും. ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് ഒത്തിരി വേറെ സ്ഥലങ്ങളിലായിരുന്നു. സഭായോഗം കഴിഞ്ഞിട്ട് ഞായറാഴ്ച അങ്കിളും ആന്റിയും കൂടെ ആ കുട്ടികൾ കൂടുതലുള്ള ആ സ്ഥലങ്ങളിൽ, മലയാളികളല്ലെന്നും കൂടെ ഓർത്തോണം, അവിടെ പോയി ആ കുട്ടികളെ എല്ലാം വിളിച്ചുകൂട്ടി ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു. സൺഡേ സ്കൂൾ അങ്കിളും ആന്റിയും പഠിപ്പിക്കും. ഞാൻ പോലും സത്യത്തിൽ പോയിട്ടില്ല അവിടെ. ചർച്ചിലെ പല ചെറുപ്പക്കാരും ഹിന്ദിക്കാരും ഒക്കെ അങ്കിളിന്റെ അടുക്കൽ ചെന്നിരുന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്ന് ദൈവത്തിന്റെ വചനത്തിലെ പല കാര്യങ്ങളും ചോദിച്ച് പഠിക്കുമായിരുന്നു.
നമുക്ക് ചെയ്യാം. പാസ്റ്റർ ആകണമെന്നില്ല, സഭ നിയമിക്കണമെന്നില്ല. നമ്മുടെ കൂട്ടായ്മയിലുള്ള അല്ലെങ്കിൽ അടുത്ത കൂട്ടായ്മകളിലുള്ള ആടുമോഷണമല്ലത്, ആടുമോഷണമല്ല. അതുകൊണ്ട് മറ്റു കൂട്ടായ്മകളിലും ഉള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം? ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ കുറഞ്ഞപക്ഷം നമ്മളായിരിക്കുന്ന നിലവാരത്തിലേക്കെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതില്ലാത്ത, അങ്ങനെ ചെയ്യാത്ത നമ്മുടെ ആത്മീയ ജീവിതം ചത്തതാണ്. നോ പ്രൊഡക്ടിവിറ്റി. ഞായറാഴ്ച 12 ഹല്ലേലൂയായും പറഞ്ഞ് സ്തോത്രാഴ്ച ഇട്ടിട്ട് പോകുന്നത് കൊണ്ട് ആത്മീയ ജീവിതമാണെന്ന് കരുതരുത്. നാം മറ്റെല്ലാ സമയത്തും തന്നെ 24/7 ആഴ്ചയിലെ 7 ദിവസവും 24 മണിക്കൂറും നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുകയും മറ്റുള്ളവരെ ഈ ശിഷ്യത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരാകണം. അല്ലാത്ത പക്ഷം ആത്മീയ മരണത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ ശാസ്ത്രീയ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ ഇത്രയും കാര്യങ്ങളെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ആത്മീയമായി മരിച്ചതിന്റെ ആത്മീയ മരണത്തിന്റെ ലക്ഷണങ്ങൾ. അടുത്തത് ആത്മീയ മരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ദൈവാത്മാവ് എന്നെ വ്യക്തിപരമായി പഠിപ്പിച്ചൊരു കാര്യം. Having no response to God, both unable to sense the heart of God, so also unable to respond to God. രണ്ടും രണ്ടായിട്ട് വേണമെങ്കിൽ എഴുതാം. ഒന്ന്, ദൈവത്തിന്റെ ഹൃദയസ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുക. ആത്മീയ മരണത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് തിരുഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുക. Unable to sense the heart of God, the beats of God. Unable to sense. See, അപ്പനുമായിട്ട് ബന്ധം ഇല്ലാതിരുന്ന യാക്കോബിന് ഇസഹാക്കിന്റെ ആഗ്രഹം അറിയാൻ പറ്റിയില്ല. എന്നാൽ അപ്പനുമായിട്ട് ബന്ധം പുലർത്തിയിരുന്ന ഏശാവിനെ അപ്പൻ അരികെ വിളിച്ച് ചോദിക്കാതെ തന്നെ പറയുന്നു അപ്പൻ എന്തു വേണമെന്ന്. നാം ആത്മീയമായി ജീവനുള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ദൈവം നമ്മളെ വിളിച്ചിട്ട് പറയും, മോനെ ഇങ്ങ് വന്നേടാ, അപ്പച്ചന് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് കേട്ടോ. സ്തോത്രം. കർത്താവ് നമ്മോട് അങ്ങനെ അറിയിക്കാറുണ്ടോ? സ്തോത്രം. വിളിച്ചു പറയുന്നത് പോട്ടെ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ട് പോലും ഒരനക്കവും ഇല്ലല്ലേ. നോ റെസ്പോൺസ് ഫ്രം ഗാഡ്. ആത്മീയ മരണത്തിന്റെ ഒരു ലക്ഷണമാണ്. ദൈവഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുക. ആത്മീയ ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവ ഇഷ്ടം, ദൈവത്തിന് ഓരോ സമയത്തും ദൈവം എന്താണ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയും. സ്തോത്രം. A covenantal heart.
അതിനോട് ചേർത്ത് തന്നെയാണ് അടുത്തത്. ആത്മീയമായി മരിച്ചവരാണെങ്കിൽ ദൈവേഷ്ടത്തോട്, ദൈവകൽപ്പനകളോട് പ്രതികരിക്കാനും സാധിക്കാതെ വരും. Unable to respond to God's will and purposes. Even if he or she may be able to sense God's heart in any way, but if he or she is dead spiritually, she or he may not be able to respond to God, particularly in obedience. ഇനി ഏതെങ്കിലും തരത്തിൽ ദൈവഹിതം ഇവനങ്ങ് അറിഞ്ഞെന്നിരിക്കട്ടെ, പക്ഷേ അനുസരണത്തോടെ ആ തിരിഹിതത്തോട് പ്രതികരിക്കാൻ അവന് കഴിയില്ല ചത്തവനാണെങ്കിൽ. ഇപ്പൊ ഞാൻ ചത്ത് കിടക്കുക, എൻ്റെ അപ്പൻ വന്ന് എന്നോട് പറയുന്നത് എന്തെങ്കിലും കേൾക്കാൻ എനിക്ക് പറ്റുമോ? നോ. എൻ്റെ അപ്പൻ വന്നിട്ട് ലൗഡ് സ്പീക്കർ വെച്ച്, ഉച്ചഭാഷിണി വെച്ച് അലറി വിളിച്ച് തൻ്റെ ഹൃദയം എന്നോട് പങ്കുവെക്കുക. പക്ഷെ ഞാൻ മരിച്ചു കിടക്കുകയാണെങ്കിൽ എവിടെ? എനിക്കറിയാൻ പറ്റില്ല. അതാണ് ആത്മീയമായി മരിച്ചവൻ. ഇനി ദൈവം എങ്ങനെങ്കിലും നമ്മോട് പറയുകയാണെങ്കിൽ പോലും കേൾക്കാൻ പോലും, സെൻസ് ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തില്ല. സ്തോത്രം. അതുപോലെ തന്നെ സെൻസ് ചെയ്യാൻ പോലും പറ്റാത്തത് കൊണ്ട് അനുസരണഭാവത്തോടെ പ്രതികരിക്കാനും അവന് കഴിയില്ല. എന്നാൽ ആത്മീയമായി ജീവനുള്ളവൻ, he a spiritually alive person will always bear the heart of God. ആത്മീയമായി ജീവനുള്ളവൻ ദൈവത്തിന്റെ അതേ ഹൃദയമുള്ളവനായിരിക്കും. ദൈവഹൃദയത്തിന്റെ ഭാരം ഇവനുണ്ടാകും. ദൈവഹൃദയത്തിന്റെ സന്തോഷം ഇവനുണ്ടാകും. ദൈവഹൃദയത്തിന്റെ വേദന ആത്മീയ ജീവനുള്ളവനും അതുതന്നെ ഉണ്ടായിരിക്കും. എന്നാൽ ആത്മീയമായി ചത്തവനോ, he is not considerate about. ആത്മീയമായി മരിച്ചവന് ദൈവമോ ദൈവത്തിന്റെ ഇഷ്ടങ്ങളോ ഇതൊന്നും ഒരു വിഷയമേ ആയിരിക്കില്ല. സ്തോത്രം. നമുക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഈ മരണം പതിയെ വ്യാപരിക്കുന്നെങ്കിൽ, സ്തോത്രം, നമുക്ക് കർത്താവിനോട് നിലവിളിക്കാം, പൂർണ്ണമായും മരിച്ചു മാറുന്നതിന് മുമ്പ്. നമ്മളൊക്കെ ചിലരെയൊക്കെ തൊട്ട് നോക്കത്തില്ലേ, രോഗത്തിലൊക്കെ ഇങ്ങനെ നാളുകളായിട്ട് കിടക്കുന്നവരെയും പ്രായമായവരെയൊക്കെ കയ്യും കാലും ഒക്കെ പിടിച്ചു നോക്കും അല്ലേ? ഒരു വല്ലാത്ത തണുപ്പൊക്കെ തോന്നിയാൽ അപ്പോഴേ നമ്മൾ തമ്മിൽ കുശികുശിക്കും. കാലൊക്കെ തണുത്ത് തുടങ്ങി കേട്ടോ. ഇച്ചിരൂടെ കഴിയുമ്പം പിന്നെയും മുകളിലോട്ട് ആ തണുപ്പ് വ്യാപരിക്കുന്നത് മനസ്സിലാകും. മരിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടേഴ്സ് പറയും ഇത്രയും സമയം കൊണ്ടൊക്കെ കാണത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെയൊക്കെ തന്നെ കാണണേ. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ. അപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ എങ്ങാനും നമ്മിൽ മരണം, ആ മരണത്തിന്റെ തണുപ്പ് വ്യാപരിക്കുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെ ഒന്ന് പുനർജീവിപ്പിക്കണമേ. സർദീസിന്റെ അവസ്ഥ നമുക്ക് സംഭവിക്കരുത്. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു. അങ്ങനെയാകാതിരിപ്പാൻ ഇന്ന് രാത്രിയിൽ നമ്മെ നമുക്ക് സമർപ്പിക്കാം.
പ്രൈസ് ഗാഡ്. സ്തോത്രം. ബാക്കി കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്നത്തെ ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിലും നാളെ ചോദിക്കണേ. ഇന്ന് സമയമായതുകൊണ്ട് അങ്ങ് നിർത്തുന്നു. നമുക്ക് ആത്മീയ ജീവൻ പ്രാപിച്ചവരായി, കർത്താവിന്റെ തിരുഹൃദയം അറിയുന്നവരായി, സ്തോത്രം, കർത്താവിനോട് അനുസരണത്തോടെ പ്രതികരിക്കുന്നവരായി മുന്നേറുവാൻ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.